നമുക്കറിയാം നമ്മൾ എപ്പോൾ തൊട്ടാണോ ഒരു പരീക്ഷയെ ഫേസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പം തൊട്ട് ഇന്ന് വരെ നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് പരീക്ഷാ പേടി എന്ന് പറയുന്നത്. എക്സാമിന് നമുക്ക് പേടി 3 സമയങ്ങളിലായിട്ട് തോന്നാം. ഒന്ന് എക്സാമിന് മുന്നേ നമുക്ക് വരും, നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പം നോട്ടിഫിക്കേഷൻ വന്നു, ഇനി എനിക്ക് പഠിക്കാൻ സമയമുണ്ടോ, സിലബസ് ഓക്കെ ആണോ, ഇൻവിജിലേറ്റർ വന്ന് OMR ഷീറ്റ് റീപ്ലേസബിൾ അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. നമ്മൾ അത് ഓർത്തിട്ടായിരിക്കും നമ്മൾ പിന്നെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ശേഷമേ പഠിച്ചു തുടങ്ങാവുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വരുമെന്നൊരു പ്രഡിക്ഷൻ കേട്ടാലും നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇപ്പം എക്സാം ഹോളിലൊക്കെ കയറുമ്പോൾ 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ വാച്ച് ഫാസ്റ്റ് ആക്കി വെച്ച് കയറുന്നവരെ എനിക്കറിയാം. അതെ, അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് ഒരു ക്ലോക്ക് പോലും ഇല്ലാത്ത ഒരു PSC ഹോളിൽ വരുമ്പോൾ അവർക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. നമ്മളാരും കമ്പ്യൂട്ടർ ബ്രെയിൻസ് ഒന്നുമല്ല, നമ്മളെല്ലാവരും പഠിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ടും മറക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് റിവിഷനാണ്. പഠിക്കുന്ന വ്യക്തി അതായത് സ്വയം മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലേണർ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം 2026 കയറുമ്പം നമ്മളെല്ലാവരും ഇപ്പം എക്സാം എഴുതുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇനി എക്സാംസ് ഉണ്ടോ. ഹലോ, വെൽക്കം ടു സിവിലിയൻസ് പോഡ്കാസ്റ്റ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പേടി. വെറും പേടിയല്ല, പരീക്ഷാ പേടി. സ്റ്റുഡൻസ് എക്സാം സമയത്ത് ഫേസ് ചെയ്യുന്ന ആൻസൈറ്റി ഇഷ്യൂസാണ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ബിജിൻ ആൻഡ് അമല അവരുടെ ഉണ്ട്. നമുക്കറിയാം നമ്മൾ എപ്പോൾ തൊട്ടാണോ ഒരു പരീക്ഷയെ ഫേസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പം തൊട്ട് ഇന്ന് വരെ നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് പരീക്ഷാ പേടി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പരീക്ഷയെ പേടിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ വർഷ തന്നെ പറഞ്ഞു, നമ്മൾ എക്സാം എഴുതാൻ തുടങ്ങിയ സമയം തൊട്ട് എക്സാം എന്ന് പറയുന്നത് എന്നും നമുക്കൊരു പേടിയുള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ KG പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടാണെങ്കിലും ഇപ്പോൾ ഈവൻ നമ്മളൊരു PSC എക്സാമിനെ ഫേസ് ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് പേടിയുണ്ട്. അതൊരു നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ആസ്പെക്റ്റ് നല്ലതാണ്. കുറച്ച് പഠിച്ച ഒരാൾക്കേ പേടി എന്നൊരു കാര്യം വരത്തുള്ളൂ. പക്ഷെ അത് 2 രീതിക്കുണ്ട്. നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യരുത്. ഒത്തിരി പേടിച്ച് പഠിച്ച കാര്യങ്ങളും കൂടെ പോകുന്ന കണ്ടീഷനുണ്ട്. എന്നാൽ കുറച്ച് പേടിയുള്ളത് കൊണ്ട് എനിക്ക് പരീക്ഷയുണ്ടല്ലോ, എനിക്ക് പഠിക്കണമല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പം ശരിക്കും പറയുവാണെങ്കിൽ എക്സാമിന് നമുക്ക് പേടി 3 സമയങ്ങളിലായിട്ട് തോന്നാം. ഒന്ന് എക്സാമിന് മുന്നേ നമുക്ക് വരും, നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പം നോട്ടിഫിക്കേഷൻ വന്നു, ഇനി എനിക്ക് പഠിക്കാൻ സമയമുണ്ടോ, സിലബസ് ഓക്കെ ആണോ, എൻ്റെ കയ്യിൽ പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടോ, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് നമുക്ക് എക്സാമിന് മുന്നേ വരും. പിന്നെ അടുത്ത പേടി വരുന്നത് എക്സാം ഹാളിലായിരിക്കും. എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ എഴുതുന്നത് ശരിയായിരിക്കുമോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ വരും. ഇനി ലാസ്റ്റ് പേടിയാണ് എക്സാം എഴുതി കഴിഞ്ഞുള്ളത്. അത് ശരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം അത് പാസ്റ്റാണ്. അതിനി നമുക്കൊന്നും പോയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അതിനോർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആദ്യം പറഞ്ഞ 2 പേടി അത് നമ്മൾ കൺട്രോൾ ചെയ്യുക തന്നെ വേണം. അതിപ്പോൾ കറക്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ ആൻസൈറ്റി എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ഇപ്പോഴേ ബോധേഡാകുന്നതാണ്. അതായത് നമ്മൾ ആ എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ അത് പാസ്സാകുമോ, നല്ല റാങ്ക് കിട്ടുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാധാരണയാണ്. പിന്നെ ഇപ്പോൾ പറയുവാണെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. നോട്ടിഫിക്കേഷൻസ് വന്നു. ഇപ്പം 2026 കയറുമ്പം നമ്മളെല്ലാവരും ഇപ്പം എക്സാം എഴുതുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇനി എക്സാംസ് ഉണ്ടോ. PSC എന്നും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നത് വേസ്റ്റ് അല്ലേ എന്ന്. ഇപ്പം നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും പഠനം കഴിഞ്ഞു PSCക്ക് വെച്ചിങ്ങനെ പോകുന്നു. അവരൊരു ട്രെൻഡ് പോലെയാണ് അതിനെ കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. 26 കയറുന്നതിന് മുന്നേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 3 ഓവർസിയറിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഡിസംബറിൽ ഇപ്പം 15 വരുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇറിഗേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഉറപ്പായിട്ടും വാട്ടർ അതോറിറ്റിയുടെ അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡും വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന ശേഷമേ പഠിച്ചു തുടങ്ങാവുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് കുറച്ച് പേരുടെ ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോൾ എക്സാം ഉറപ്പായിട്ടുമുണ്ട്. വരുമെന്നൊരു പ്രഡിക്ഷൻ കേട്ടാലും നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ കറക്റ്റായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി പ്രോപ്പർ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിച്ചു തുടങ്ങണം. സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, അതായത് നമ്മുടെ സിവിലിയൻസ് തന്നെ ഇത് ഈ സ്റ്റഡി പ്ലാനൊക്കെ കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മളിപ്പോൾ 180 ഡേ പ്ലാൻ കൊടുക്കും, 60 ഡേ പ്ലാൻ കൊടുക്കും. അപ്പോൾ അതൊക്കെ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആണ്. അതായത് ഇപ്പോൾ അവർ പേഴ്സണലായിട്ടൊക്കെ നമ്മളോട് വന്ന് പറയാറുണ്ട്, അതായത് യൂസ്ഫുൾ ആണ് എന്നൊക്കെ.
ഓക്കെ, ഈ എഫക്റ്റീവ്നെസ് നമ്മൾ ഒത്തിരി കുറച്ചുകൂടെ നോക്കണതാണ്. ടൈം എത്രയാണ്, വേക്കൻസി എത്രയാണ്, ആവശ്യമില്ലാത്ത കുറേ കൺസേൺസ് ആണ് നമ്മളെ. ശരിക്കും നമ്മൾ ഉള്ള വേക്കൻസിയിൽ നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം 4 മാസം കൊണ്ട് പഠിക്കുന്ന ഒരു വ്യക്തിയുടെ സെയിം ഔട്ട്പുട്ട് 2 മാസം എടുത്ത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും. അത് സബ്ജക്റ്റീവാണ്, അത് ടൈം അല്ല അവിടുത്തെ ഫാക്ടർ, അത് ആ വ്യക്തിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഇത്ര ടൈമേ ഉള്ളൂ അങ്ങനെ ഓർത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്കൊരു എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നെന്നുള്ളൊരു റൂമർ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾ ബുക്ക് എടുക്കുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. PSCയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. റൂമർ കേൾക്കുന്ന അപ്പം തന്നെ ഒരു നോട്ട് എടുക്കുക, പഠിച്ചു തുടങ്ങുക. ഇനി പഠിക്കുന്നത് പലർക്കും പല രീതിയായിരിക്കും. ഓരോരുത്തർക്കും ഓരോ അഡാപ്റ്റീവ് മെത്തേഡ്സ് ആണ്. ഇപ്പം പല രീതിക്ക് പഠിക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറയുവാണെങ്കിൽ, നമ്മൾ ഫുൾ ടൈം ഒരു മെറ്റീരിയൽ മാത്രം നോക്കി ബുക്ക് മാത്രം നോക്കി പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ബോറടിക്കും. എല്ലാവർക്കും ഗ്രൂപ്പ് സ്റ്റഡി ഒന്നും ആക്സസിബിൾ ആവണം എന്നില്ല, ചിലർക്ക് അത് പറ്റണം എന്നുമില്ല. ചിലവർക്ക് കമ്പൈൻ സ്റ്റഡി പറ്റത്തില്ല, ചിലവർക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നവരും ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളത് ഇപ്പോൾ പഠിക്കുന്ന വ്യക്തി അതായത് സ്വയം മനസ്സിലാക്കുക. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലേണർ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചിലർക്ക് ഗ്രൂപ്പ് സ്റ്റഡി എഫക്റ്റീവായിട്ട് തോന്നും, പക്ഷേ ചിലർക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ മാത്രമേ അത് ആ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റീവ്നെസ് കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ റീഡിങ് ലേണേഴ്സ് ഉണ്ടാവും, റൈറ്റിംഗ് ലേണേഴ്സ് ഉണ്ടാവും. ചിലർക്ക് അവർ എഴുതി പഠിച്ചാൽ മാത്രമേ അവർക്ക് എന്താണ് തിയറി പോർഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, എഴുതി പഠിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലത് നിൽക്കത്തുള്ളൂ. പക്ഷേ ചിലർക്ക് വെറുതെ ഒന്ന് വായിച്ച് വിട്ടാൽ തന്നെ തിയറി മനസ്സിലാവും. ഇത് തിയറിയുടെ കാര്യമാണ്, പക്ഷേ പ്രോബ്ലം വരുമ്പോഴത്തേക്കും അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതിനിപ്പോൾ റീഡിംഗ് ലേണർ, റൈറ്റിംഗ് ലേണർ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഇപ്പോൾ വർഷ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സ്റ്റുഡൻസിനൊക്കെ മെൻറ്റർഷിപ്പ് നടത്താറുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞത്, ആ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് ഉറക്കെ ഇരുന്നാണ് നമ്മൾ പഠിക്കുന്നതെന്ന്, ഉറക്കെ വായിച്ച് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിന് അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും വേരി ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഉറക്ക വായിച്ച് പഠിക്കുന്നതാണ് നിങ്ങളുടെ ഹാബിറ്റ് എന്നുണ്ടെങ്കിൽ അതിപ്പം അതിനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കില്ല. നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഹാബിറ്റ് വിട്ടുവീഴ്ച ചെയ്യരുത്. അത് നിങ്ങളുടെ പഠനത്തെയും നെഗറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി നിങ്ങൾ സിറ്റുവേഷന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത്. ഇപ്പം നോർമലായിട്ടൊരു PSCയുടെ ഇപ്പം എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടൊരു നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കാണും. ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻസ് നിങ്ങളുടെ കയ്യിൽ കാണും. അത് ചിലർക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ബുക്കായിരിക്കാം, ചിലരുടെ കയ്യിൽ അത് വീഡിയോസ് ആയിരിക്കാം. എങ്ങനെയാണോ ആ പോർഷൻ കവർ ചെയ്യുക, ഈക്വൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. അത് പ്രീവിയസ് ഇയർ ആയിരിക്കാം, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന വേറെ ഏതെങ്കിലും എന്താ പറയുക ഡിപ്പാർട്ട്മെൻ്റ് ആവാം, സ്റ്റേറ്റിൻ്റെ ആവാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആവാം, അതർ സ്റ്റേറ്റ് ക്വസ്റ്റ്യൻസ് ആവാം. മാക്സിമം ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യണം. അതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു തെറ്റ്, നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് 1 എന്ന നമ്പർ ഇടും, ഓപ്ഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്ത് താഴത്തോട്ട് എഴുതി പോകും. ഒരിക്കലും നമ്മളത് OMRൽ പ്രാക്ടീസ് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് ഈ OMR നമ്മൾ ചെയ്യുമ്പം നമുക്ക് എന്ത് മിസ്റ്റേക്കാണോ നമ്മൾ വരുത്തുന്നത് അത് ക്ലിയർ ആവത്തില്ല, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ സിവിലിയൻസിലെ സ്റ്റുഡൻസിൻ്റെ കേസ് പറയുവാണെങ്കിൽ എല്ലാ വീക്കിലും അവരൊരു OMR ഷീറ്റുമായിട്ട് അവർ ഫെമിലറൈസ്ഡ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ഒക്കെ എഴുതുവാണെങ്കിൽ ഇപ്പം എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഞാൻ ഒത്തിരി നെഗറ്റീവ്സ് ബബിൾസ് ചെയ്യുന്നതിൽ തന്നെ ഞാൻ നെഗറ്റീവ്സ് വരുത്തുമായിരുന്നു. ചിലപ്പോൾ എഴുതി വരുന്ന വരവിന് ആ 1 എന്നുള്ള നമ്പറിന് ഞാൻ ചിലപ്പോൾ 2 തവണയൊക്കെ ബബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ അത് മനസ്സിലാവാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ OMR ഷീറ്റിൽ വരുത്തുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആവും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു OMR ബുക്ക്ലെറ്റ് മേടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനാണെങ്കിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ച ശേഷം അതിൽ തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 1.5 hours ആണ്. ഇപ്പോൾ ശരിക്കും നമ്മളൊരു PSC എക്സാം എടുക്കുമ്പോൾ 90 മിനിറ്റും 100 ക്വസ്റ്റ്യൻസാണ്. 1 മിനിറ്റ് ഇല്ല നമുക്ക് ഒരു എക്സാമിനെ കാണാൻ. നിങ്ങളൊരിടത്തിരുന്ന് എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പം ഒരിക്കലും 1.5 hour എന്നുള്ളൊരു ടാർജറ്റ് ഇടരുത്. അതിൽ നിന്നൊരു 15 മിനിറ്റെങ്കിലും നമ്മൾ കുറച്ച് ടാർജറ്റ് പിടിച്ച് അതിൽ എനിക്ക് ആ 100 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അത് വെച്ചാലേ നമുക്ക് ആ ഒരു ഹാളിലെ ടെൻഷനെയും നമുക്കൊരു ആൻസൈറ്റി കാണും എപ്പോഴും ഹാളിൽ കയറി കഴിയുമ്പോൾ. അതിനെയൊക്കെ നമുക്കൊന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ OMR ഷീറ്റിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ടൈം മാനേജ് ചെയ്യാനും
അവരെ അത് ഹെൽപ്പ് ചെയ്യും, നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ടിക്ക് ഇടാൻ എടുക്കുന്ന ഒരു ടൈമല്ല നമ്മൾ ആ ബബിള് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ OMR ഷീറ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം, ഒരിക്കലും ടിക്ക് ഇട്ട് പഠിക്കരുത്. അതായത് നമ്മളിപ്പോൾ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോഴായാലും നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളെ മോഡൽ ടെസ്റ്റ് മിസ്സാവാൻ പാടില്ല. അതായത് അവർ പ്രാക്ടീസ് ചെയ്ത് അവർ PSC ലെവൽ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ അവർക്ക് ആ ഒരു PSC എക്സാം യഥാർത്ഥ എക്സാം എഴുതുന്ന സമയത്ത് അവർക്ക് ആ ഒരു പേടി കുറയാൻ നല്ലൊരു യൂസ്ഫുൾ ആണെന്ന് കുറേ സ്റ്റുഡൻസ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ആദ്യം എഴുതുന്ന സ്റ്റുഡൻസിനെ ആയിരിക്കത്തില്ല, പിന്നീട് അവർ ഓരോ മോഡൽ ടെസ്റ്റ് എഴുതി വരുന്ന സമയത്ത് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് അവർക്ക് തന്നെ മനസ്സിലാവും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത്. പിന്നെ ഈ എല്ലാവരുടെയും പേടിയുടെ ഒരു പ്രധാന കാരണമാണ് മറന്നു പോകുന്നുള്ളത്. ഇപ്പോൾ പഠിച്ച സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർക്ക് മറക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അയ്യോ ഇത് മറന്നു പോയല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരുപാട് പേരെ അറിയാം. ശരിക്കും നമ്മൾ മറന്നു പോകത്തില്ലേ? ഉറപ്പായിട്ടും. നമ്മൾ ആരും കമ്പ്യൂട്ടർ ബ്രെയിൻസ് ഒന്നുമല്ല, നമ്മളെല്ലാവരും പഠിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ടും മറക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് റിവിഷനാണ്. നന്നായിട്ട് ഇപ്പം ഞാനൊരു സാധനം പഠിച്ചു, ഇപ്പം മെയിനായിട്ടും തിയറി സബ്ജക്ട്സ്, അതുപോലെ RCCയുടെ ഒക്കെ പറയുവാണെങ്കിൽ കോഡൽ വാല്യൂസ്, അതൊക്കെ നമ്മൾ ഇക്വേഷൻസ് പോലും നമ്മൾ ആ ഒരു ടേമിൻ്റെ മേളിലെ പവർ എന്തായിരുന്നു എല്ലാവരും മറക്കുന്നത്. ഇപ്പോൾ പഠിക്കുന്നവർക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ മെത്തേഡ് ആപ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പലരുടെ ഇടയിൽ നിന്നുള്ള സജഷൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ വിഷ്വലൈസേഷൻ കുറേ കൂടെ നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്ത് നിൽക്കും. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഈ വഴിയിൽ കാണുന്ന ആഡൊക്കെയാണ്. ആ ആഡിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കയറി തന്നെ നിൽക്കും. അപ്പം നിങ്ങൾക്കത് നമ്മൾ ഡെയിലി കാണുന്ന എവിടെ വേണമെങ്കിലും നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ടിട്ടുണ്ട്, അവരത് വാൾപേപ്പറിൽ ഇക്വേഷൻസ്, നമ്മൾ മറന്നു പോകുന്ന ഇക്വേഷൻസിനെ അവർ വാൾപേപ്പറിൽ സെറ്റ് ചെയ്യും, ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യും. ഈവൻ ഇപ്പോൾ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബോക്സിൻ്റെ മുകളിൽ സ്റ്റിക്ക് നോട്ട്സ് ആയിട്ട് ഏത് ഇക്വേഷനാണ് ഇപ്പോൾ ആ ഒരാഴ്ച അവർ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അത് അവർ സ്റ്റിക്ക് നോട്ടായിട്ട് പ്ലേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ റൂമിൽ ആ ഒരു ചാർട്ട് പേപ്പറിൽ ഓരോ സബ്ജക്റ്റിന് ഇപ്പോൾ GT ആണെങ്കിൽ GTയുടെ മെയിൻ കോർ ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നമ്മൾ അങ്ങ് എഴുതിച്ച് കുറച്ച് വലുതായിട്ട് എഴുതി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നു. നമ്മൾ മനഃപൂർവ്വമല്ല, പക്ഷേ ഇവൻച്വലി നമ്മൾ ആ ഇക്വേഷൻസ് സ്ഥിരം കാണുവാണ്. നമ്മൾ നോട്ട് മറയ്ക്കാണ്ട് തന്നെ സ്ഥിരം കാണുവാണ്, നമ്മുടെ മനസ്സിലോട്ട് അറിയാണ്ട് അങ്ങനെ അങ്ങ് ഇത് കയറി വരും. അത് നല്ലൊരു മെത്തേഡാണ്, എനിക്കും സക്സസ് ആയി എന്ന് തോന്നിയിട്ടുള്ളൊരു മെത്തേഡും കൂടെയാണ്. റിവൈസ് ചെയ്യാനായാലും ഈ ഓരോ വാളിൽ, അതായത് ഓരോ സബ്ജക്റ്റ് വൈസ് നമുക്ക് അങ്ങ് നോക്കി അതൊരു, അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അതൊരു റിവിഷൻ പോലെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയേക്കുന്ന ഒന്നാണ് ഷോർട്ട് നോട്ട്. ഞാനൊരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് പറയാം. ഞാൻ കുറേ പേരുടെ ഷോർട്ട് നോട്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം ഈവൻ ഞാനാണെങ്കിലും ആദ്യം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു മെയിൻ നോട്ട് ഉണ്ടായിരിക്കും, ടീച്ചർ തരുന്നൊരു നോട്ട് കാണും. ദ സെയിം സാധനം തന്നെ ഞാൻ ഒന്നും കൂടെ ഒരു നോട്ടിലോട്ട് എഴുതിയേക്കുവാണ്. ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്കതിന് ശേഷം ഞാൻ വരുത്തിയൊരു മാറ്റം, ഞാൻ ആ സബ്ജക്റ്റ് പഠിക്കും, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പഠിക്കും. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അതിനെ ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കും, എനിക്കത് പറയാൻ കിട്ടുന്നുണ്ടോ, അതിൽ ഞാൻ എന്തിനെയാണോ മറന്നേക്കുന്നത് ആ കാര്യങ്ങളെ മാത്രം ഞാൻ ഷോർട്ട് നോട്ട് എഴുതും. അപ്പോൾ അത് ശരിക്കും ഷോർട്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണോ നോട്ട് അത് തന്നെ നമ്മൾ വീണ്ടും എഴുതും. ഒത്തിരി പേരുടെ ആ ഒരു നിമിഷം ഷോർട്ട് നോട്ട് ഉണ്ട്, കാണിച്ചേ സെയിം നോട്ട് തന്നെ ഇവർ എഴുതി വെച്ചേക്കുവാണ് സംഭവം. അതൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഷോർട്ട് നോട്ട് എപ്പോഴും നല്ലതാണ്, പക്ഷെ അത് വൈസായിട്ട് അതായത് നമുക്ക് റിവിഷൻ ചെയ്യാനായാലും നമ്മൾ ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നായാലും ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ GTയുടെ ഒക്കെ ആണെങ്കിൽ ബേസിക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ വോയിഡ് റേഷ്യോയുടെ ഒക്കെ ഇക്വേഷനൊക്കെ നമ്മൾ ഓർത്തിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഇപ്പം എല്ലാവരുടെയും കേസല്ല, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഒക്കെ പറയുവാണെങ്കിൽ ഒരു ഇക്വേഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മറന്നു പോകുന്ന കാര്യങ്ങൾ. അതിന് മാത്രം എഴുതുക, അതിൽ നിന്ന് നമുക്ക് ബാക്കി എഴുതാൻ പറ്റണം. എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കാമെന്നൊന്നും പറയുന്നത് പോസിബിൾ അല്ല സാധനം. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സ്മാർട്ട് വർക്കാണ് ഇതിനകത്ത് വരുന്നത്. സ്മാർട്ട് വർക്കാണ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരുന്നത്, കുറച്ചും കൂടെ സ്മാർട്ട് വർക്ക് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ ഉള്ള കാര്യം, അതല്ലാന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം
നിങ്ങൾ ഒരിക്കലും എക്സാമിൻ്റെ തലേ ദിവസം ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മാത്രം നിങ്ങൾ റിവൈസ് ചെയ്യുക, പുതിയ ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കരുത്. ഞാൻ പലപ്പോഴും നമ്മളൊരു എക്സാം ഹാളിൻ്റെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചില കുട്ടികൾ ബുക്കിങ്ങനെ പരപര അവരിങ്ങനെ നോക്കും. അവർ നോക്കുന്നത് അവർ പഠിച്ചതായിരിക്കില്ല നോക്കുന്നത്, അവർ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും വീണ്ടും നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ മോട്ടിവേഷനും ഒക്കെ അവിടെ ചോർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാം ഹാളിൽ ഇപ്പം നിങ്ങൾ എക്സാമിന് പോയി നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ പുറത്ത് നിന്ന് നിങ്ങൾ ബുക്ക് റെഫർ ചെയ്യാണ്ടിരിക്കുക. ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നിങ്ങൾ കൂളായിട്ട് ഇരിക്കുക. ഇപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ PSCയുടെ ടൈം മോർണിംഗ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ നേരത്തെ ആക്കിയിട്ടുണ്ട്, 7 മണി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഒരു ഹാഫ് അവർ മുന്നെങ്കിലും എത്താനായിട്ട് ശ്രമിക്കണം. ഹോൾ ടിക്കറ്റും ഒരു ID പ്രൂഫെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളൊരു എക്സാം ഹാളിൽ ഒരു ഹാഫ് അവർ മുന്നേ പോവുകയാണെങ്കിൽ പല കാറ്റഗറി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കുറേ പേര് എക്സ്ട്രാ കൂളായിരിക്കും, എക്സാമോ ഒന്നുമില്ല എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരുണ്ട്. എക്സ്ട്രാ കൂൾ ഉണ്ടാവും. എക്സാമിന് 10 മിനിറ്റ് മുന്നേ റീലൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലര് ഈ പറഞ്ഞതുപോലെ നമ്മൾ കോളേജിൽ പോകുന്ന അതേ കാറ്റഗറിയിൽ ഒരു ലോഡ് ബുക്കുമായിട്ട് വരുന്നവരുണ്ട്. ഇരുന്ന് മറയ്ക്കുവാണ്, ഒരു ബുക്ക് മറച്ച് തീരുന്നു, ബാഗിൽ വെക്കുന്നു, അടുത്ത ബുക്ക് എടുക്കുന്നു, വീണ്ടും മറയ്ക്കുന്നു. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് എടുക്കാം ലാസ്റ്റ് മിനിറ്റ് എന്നുള്ള രീതിക്ക്. പക്ഷെ സേഫ് പറയുവാണെങ്കിൽ ആ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 അവർ മുന്നേ ഈ പരിപാടി അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് മിനിറ്റ് എത്രത്തോളം നമ്മൾ റിലാക്സ് ആവുമോ അത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിക്കാണ്. ഇനി അതൊട്ടും പറ്റില്ല, എനിക്ക് ബുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവർ ഒരു ഷോർട്ട് നോട്ട് പ്ലേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും കയ്യിൽ. ഈ എല്ലാം കൂടെ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് എന്തായാലും ഷോർട്ട് നോട്ട് കയ്യിൽ വെച്ചിരിക്കുക. എങ്കിലും നമ്മൾ 1 അവറിന് മുന്നേ അത് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്, ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിക്ക് അത് തന്നെയായിരിക്കും. പിന്നെ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ OMR ഷീറ്റ് തരും. ഇൻവിജിലേറ്റർ കയറുമ്പോൾ തന്നെ പറയും OMR ഷീറ്റ് റീപ്ലേസബിൾ അല്ല, ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിനകത്ത് അവർ തിരിച്ച് തരത്തില്ല, നമുക്ക് വേറൊരു OMR റീപ്ലേസ് ചെയ്ത് തരത്തില്ല എന്നുള്ള കേസ്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത്, നമുക്ക് ആ ഹാളിൽ കുറച്ച് സമയത്ത് ഒരു കൂളിംഗ് ടൈം പോലെയുണ്ട്. ആ ടൈമിൽ ആദ്യമൊക്കെ ഞാനും എക്സാം ഹാളിൽ കയറുമ്പം ഞാൻ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻ ഞാൻ ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. അവിടെ തന്നെ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് തീരുവാണ്. മേ ബി ആ ക്വസ്റ്റ്യൻ പോലും കാണത്തില്ല ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, പക്ഷെ ഞാൻ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കുവാണ്. ആ ടെൻഷൻ്റെ ഇടയിലിരുന്ന് ആ സാറ് പറയുന്ന OMR ഷീറ്റിനകത്തും നമ്മൾ ഇതേ രീതിയിൽ തന്നെ മിസ്റ്റേക്ക് വരുത്തും. രജിസ്റ്റർ നമ്പർ നിങ്ങൾ ഓർക്കും തെറ്റ് വരുത്താൻ ചാൻസ് ഉണ്ടോ? ഇഷ്ടം പോലെ തവണ ഇത് വരുന്നുണ്ട്. ശരിക്കും ഇൻവിജിലേറ്റർ വന്ന് OMR ഷീറ്റ് റീപ്ലേസബിൾ അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കിളി പോവും. നമ്മൾ അത് ഓർത്തിട്ടായിരിക്കും നമ്മൾ പിന്നെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രജിസ്റ്റർ നമ്പറൊക്കെ ആരെങ്കിലും മാറ്റി കൊടുക്കുമോ, അത് അട്ടർ ബ്ലണ്ടർ അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ അല്ല. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ രജിസ്റ്റർ നമ്പർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവാം. അതുകൊണ്ടാണ് നിങ്ങളോട് PYQ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ OMRൽ തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു നമുക്ക് എങ്ങാനും ഒരു എറർ വരുമെന്ന് പേടിയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ആദ്യം രജിസ്റ്റർ നമ്പർ, ന്യൂമറൽസ്, മേളിൽ ഓരോ കോളംസ് ഉണ്ടായിരിക്കും, അതിനകത്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം ആ കൺസേൺഡ് നമ്പറിൻ്റെ താഴെയുള്ള ബബിൾസ്, ഇപ്പോൾ 1 ആണെങ്കിൽ 1ൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഡോട്ട് ഇടുക. എന്നിട്ട് എല്ലാം അങ്ങനെ ഡോട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒന്നും കൂടെ ഒന്ന് കൺഫേം ആക്കുക, ഞാൻ കറക്റ്റിനെ തന്നെയാണോ ഈ ഡോട്ട് ഇട്ടേക്കുന്നത്. അതിനുശേഷം ഈ സാധനം ബബിൾ ചെയ്യുക. ഇതേ മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും പലർക്കും വരാറുണ്ട്. അതായത് ഇപ്പോൾ 1ഉം 2ഉം ആൻസർ നമുക്ക് അറിയാം, 3ാമത്തെയും 4ാമത്തെയും ആൻസർ അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് 6ാമത്തത് മാർക്ക് ചെയ്യുന്നത് 3-ലായിരിക്കും വരുന്നത്. ഒത്തിരി പേര് അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നീട് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് നമ്മൾ ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മൾ അവിടെ 6ലെ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ തെറ്റിച്ചാണ് ബബിൾ ചെയ്തേക്കുന്നതെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ആൻസർ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റും. അത് കുറച്ച് നല്ലപോലെ OMRൽ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് കൺസേൺഡ് ആയിട്ട് നമ്പറും ബബിളും കൃത്യമായിട്ടൊന്ന് നോക്കിയ ശേഷം മാത്രം അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അവരുടെ ഒരു ഡൗട്ടോ അല്ലെ അവരൊരു പേടിയോ എന്നുള്ള രീതിക്കാണ് വാച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ടൈം അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. എല്ലാ ക്ലാസ് റൂമിലല്ല, പക്ഷെ മെജോറിറ്റി ക്ലാസ് റൂമിൽ തന്നെ ക്ലോക്ക് കാണും. ഈവൻ ഇല്ലെങ്കിൽ തന്നെ ഒരു ഹാഫ് അവർ ബ്രേക്കിൽ
ബെല്ലുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് പേര് പറയുന്നതാണ് പെട്ടെന്ന് അവരെഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്നു, ഒരു ടെൻഷൻ വീണ്ടും കയറി. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ആ ബെല്ലടിക്കുന്നത് ടെൻഷനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് സാർ ടൈം ഒന്ന് പറയാമോ എന്ന് ചോദിക്കുക. ഉറപ്പായിട്ടും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് ടെൻഷനാണെന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഇതൊന്നെങ്കിൽ ക്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക, അല്ലെങ്കിൽ ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് പറയാം. ഉറപ്പായിട്ടും ഹാഫ് അവർ ബ്രേക്കിൽ അവർ മണി അല്ലെങ്കിൽ ഒരു റിംഗ് ബെൽ എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും കേൾക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് 5 മിനിറ്റ്സിന് മുന്നേയും നമുക്ക് പേപ്പർ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, 2 എ പാർട്ടും ബി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നും ഉറപ്പായിട്ടും ഒരു ബെല്ലുണ്ടാവും. ബെല്ല് ടെൻഷനാണെന്ന് തോന്നുന്നവരോടാണ് പറഞ്ഞത്, എന്തെങ്കിലും ഒരു ക്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻവിജിലേറ്ററിനെ ഒന്ന് സർ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നവർ തന്നെയായിരിക്കും. പിന്നെ ഈ ടെൻഷൻ മെജോറിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും മോക്ക് ടെസ്റ്റിന്റെ പ്രാക്ടീസ് എപ്പോഴും നല്ല ഒരു കാര്യമാണ്. ക്ലോക്ക് ഇല്ലാണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ക്ലോക്ക് ഇല്ലാണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അത് പകുതി ആ ഒരു ഇഷ്യൂ, അതായത് ആ ഒരു മെജോറിറ്റി ഒരു ടെൻഷൻ അതിലങ്ങ് കുറയും. ആ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ നമ്മുടെ കോളേജ് ടൈമിലൊക്കെ നമ്മൾ ഈ വാച്ച് നോക്കി നമ്മൾ എക്സാം എഴുതി വരുന്ന ആ ഒരു ട്രെൻഡ് കാരണമാണ് നമുക്ക് ആ ഒരു ടെൻഷൻ വരുന്നത്. ഇപ്പം എക്സാം ഹോളിലൊക്കെ കയറുമ്പോൾ 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ വാച്ച് ഫാസ്റ്റ് ആക്കി വെച്ച് കയറുന്നവരെ എനിക്കറിയാം. അതെ, അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് ഒരു ക്ലോക്ക് പോലും ഇല്ലാത്ത ഒരു PSC ഹോളിൽ വരുമ്പോൾ അവർക്ക് അതിന്റെ ടെൻഷൻ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതെ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ക്ലോക്ക് ഇല്ലാണ്ട് അല്ലെങ്കിൽ വാച്ച് ഇല്ലാണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ശ്രമിക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ എക്സാം എഴുതണമെങ്കിൽ ഒന്നും പഠിക്കാത്ത ഒരാൾക്കേ പറ്റത്തുള്ളൂ. എന്ത് വന്നാലും ഓക്കെ, കുറച്ച് ടെൻഷൻ ഉറപ്പായിട്ടും കാണും. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഈ ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അഡ്വൈസ് ആണ്. ആ സമയത്ത് നമ്മുടെ പേരൻസിന്റെ പ്രൗഡ് മൊമെന്റ് ഒക്കെയാണ്. ഇപ്പൊ ഇവിടെ സിവിലിയൻസിൽ അങ്ങനെ നമുക്ക് ഒത്തിരി സ്റ്റുഡൻസിന്റെ ഒക്കെ എടുക്കാൻ വരുന്ന സ്റ്റുഡൻസ് നമ്മളോട് പറയാറുണ്ട്, അവര് മടുത്തു ഇനി വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവര് ആ ഒരു മൊമെന്റ് ആണ് അവർ ആലോചിക്കുന്നത്. അഡ്വൈസ് ലെറ്റർ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ പിടിച്ച് ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ അവർ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് പിന്നെ അവർ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ആ ഒരു സീൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതിപ്പോൾ PSCയുടെ എക്സാം ഹോളിലായിക്കോട്ടെ, ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലായിക്കോട്ടെ, എപ്പോൾ ആയാലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവുകയാണെന്ന് തോന്നുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആ ഒരു സീൻ നിങ്ങൾ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അല്ല നമ്മളൊരു സൈൻ ഇടുന്ന ഒരു ഇമേജ് സ്റ്റാറ്റസ് ഇടുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ആവാൻ നോക്കുക. മറ്റൊരാളുടെ അടുത്ത് മോട്ടിവേഷൻ എന്നുള്ള രീതിക്ക് പോകുന്നതിനേക്കാളും എൻ്റെ നീഡ്സ് മറ്റൊരാളെക്കാളും നന്നായിട്ട് നമുക്കായിരിക്കും അറിയാവുന്നത്. അപ്പോൾ മാക്സിമം മോട്ടിവേറ്റ് ആവാൻ നോക്കുക. എക്സാമിൻ്റെ ടെൻഷൻ വേണം, ടെൻഷൻ ഒരു പരിധി വരെ വേണം. അത് നമ്മുടെ എക്സാമിന് വേഴ്സ്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് വരരുതെന്നേ ഉള്ളൂ. മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 2026 ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ആണ്, വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഡിസംബർ ലാസ്റ്റിലോട്ട് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക്, അതായത് ഇപ്പോൾ PSC ചിലപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കൂടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു പരിധി വരെയൊക്കെ പ്രിപ്പറേഷൻ ഒരു സ്റ്റേജ് വരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ നമുക്ക് കുറേയൊക്കെ ടെൻഷന് ടാക്കിൾ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു ലക്കും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും ഉണ്ട്. അതിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് നന്നായിട്ടൊരു റിസൾട്ട് എത്തിക്കാൻ പറ്റും. മോക്ക് ടെസ്റ്റൊക്കെ നന്നായിട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മളൊന്ന് ഫെമിലറൈസ് ആവാൻ നോക്കുക. പുതിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണരുത്, എല്ലാം ഞാൻ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളതാണ് എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ പോയി എഴുതുക. ടെൻഷൻ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, ടെൻഷനെ പോസിറ്റീവാക്കി മാറ്റി നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റി നിങ്ങൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ഇച്ചിരി ടെൻഷനൊന്നും കുഴപ്പമില്ല, പക്ഷേ അത് നിങ്ങൾ പഠിച്ചതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രിപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോവാണ്ട് ശ്രദ്ധിക്കുക. മോക്ക് ടെസ്റ്റൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ വർക്കൗട്ട് ചെയ്യുക. ഇനി 2026 വരാനിരിക്കുന്ന പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.